വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഗസയിൽ വീണ്ടും ഇസ്രായേലി കൂട്ടക്കുരുതിയിൽ കൊല്ലപ്പെട്ടത് 71-ലധികം ആളുകളാണ്. ഒറ്റ ആക്രമണത്തിലാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയത്. എല്ലാം നഷ്ടപ്പെട്ട് എല്ലാ വേദനകളും സഹിച്ച് അൽമവാസിയിലെ ഒരു ടെന്റുകളിൽ കഴിഞ്ഞിരുന്ന ജനങ്ങളെയാണ് ഇസ്രായേൽ ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. ഈ പ്രദേശത്തിന് ഇസ്രായേലി നരാധമന്മാർ ഒരു പേര് നൽകിയിരുന്നു. അതാണ് സേഫ് സോൺ അഥവാ സുരക്ഷിത മേഖല. ഈ മേഖലകളെ ആക്രമിക്കില്ല എന്നുള്ളതാണ് അതിനർത്ഥം. എന്നിട്ടും ഇസ്രായേലിന്റെ ചതി അവിടെയും നടന്നു. നിരപരാധികളായ 71 പേരെയാണ് ഒറ്റ ആക്രമണത്തിൽ അവർ കൊല ചെയ്തത്. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ 60-ലധികം പേർ വീണ്ടും കൊല ചെയ്യപ്പെട്ടു. ഇതോടെ മരണസംഖ്യ 100-ന് മുകളിലേക്ക് കുതിച്ചുയർന്നു. പരിക്കേറ്റവരുടെ എണ്ണം ഇതിന് ഇരട്ടിയിലധികമായിരുന്നു. ഇതെല്ലാം കണ്ടും കേട്ടും ഈ പരാജിതരായ ജനതയ്ക്ക് ചുറ്റും ഒരു ലോകമുണ്ട്. ആ ലോകത്തിനിടയിൽ അറബികൾ എന്നൊരു സമൂഹമുണ്ട്. അമേരിക്കയുടെ ഒറ്റനോട്ടത്തിൽ തന്നെ മുട്ടുവിറക്കുന്ന അറബ് രാജാക്കന്മാർ. അക്ഷരാർത്ഥത്തിൽ സ്വന്തം ജനതയോട് യാതൊരു സ്നേഹവും ആത്മാർത്ഥതയുമില്ലാത്ത അറബ് ലോകം ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രൂരതയ്ക്ക് കൂട്ടുനിൽക്കില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ ഈ ക്രൂരതകൾ കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കില്ലായിരുന്നു. അവരെ കൊണ്ടാവും വിധം പ്രതികരിക്കുമായിരുന്നു. ശക്തമായി തന്നെ പ്രതികരിക്കുമായിരുന്നു. വാളും വമ്പും ബീമ്പും ഒന്നും തന്നെ വേണ്ട. അല്ലാതെ തന്നെ അറബ് രാജ്യങ്ങൾക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുമായിരുന്നു. ഫലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യത്തിനു വേണ്ടി ഒന്നിക്കാമായിരുന്നു. അതും അവർ ചെയ്തില്ല. ഈ കൊടും ക്രൂരതകളൊക്കെ ചെയ്തിട്ടും ഈ കൂട്ടക്കൊലയെ ന്യായീകരിക്കുകയാണ് ഇസ്രായേൽ. അവർ ലക്ഷ്യം വെച്ചത് ഹമാസിന്റെ മിലിറ്ററി വിംഗ് തലവനായ മുഹമ്മദ് ദേവിനെയായിരുന്നു എന്നാണ് പറയുന്നത്. കള്ളം പറയാൻ തീരെയും നാണമില്ലാത്ത ഇസ്രായേലി ഭരണകൂടവും ബെഞ്ചമിൻ നെതന്യാഹുവും ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം തന്നെ അക്ഷരാർത്ഥത്തിൽ പേടിപ്പിക്കുന്നതാണെങ്കിൽ ഒരൊറ്റ ദിവസത്തെ ആക്രമണത്തിൽ പരിക്കുപറ്റിയവരുടെ എണ്ണം അതിലും ഭീകരമാണ്. പരിക്കുപറ്റിയവരെ എല്ലാം ഉൾക്കൊള്ളാനുള്ള സംവിധാനം പോലും തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലുകളിൽ ഇല്ല എന്നുള്ളതാണ് ഖേദകരം. അത് ദുരന്തത്തിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കുന്നു. ഗസയിൽ ഇസ്രായേൽ ആക്രമണം തുടങ്ങിയിട്ട് ഇത്രയും വലിയൊരു ആക്രമണം, ഇത്രയും വലിയൊരു കൂട്ടക്കൊല ആദ്യമാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ആയിരക്കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന ടെന്റിലാണ് ഒരേ സമയം ഡ്രോൺ ആക്രമണവും വ്യോമാക്രമണവും നടത്തിയത്. ഹമാസിന്റെ സൈനിക തലവൻ മുഹമ്മദ് ദേവിന്റെ താവളമാണെന്ന് കള്ളം പ്രചരിപ്പിച്ചാണ് എല്ലാം നഷ്ടപ്പെട്ട ഒരു ജനവിഭാഗത്തിന്റെ തലക്ക് മുകളിൽ നിർദ്ദയം, നിഷ്കരണം, നിർലോഭം ബോംബുകൾ വർഷിച്ചത് ഇസ്രായേൽ. ആർത്തലിച്ച് കരയുന്ന ജനങ്ങളുടെ അട്ടഹാസം കൊണ്ട് ആ പ്രദേശം വിറങ്ങലിച്ചിട്ടുണ്ടാവണം. മരണവെപ്രാളത്തിൽ കൈകാലിട്ടടിച്ചവരുടെയും കണ്ണു തുറന്ന് നിലവിളിച്ചവരുടെയും ചിത്രങ്ങൾ ആ പ്രദേശത്ത് ഇപ്പോഴും മിന്നിത്തെളിയുന്നുണ്ടായിരിക്കണം. അതിൽ ഇനിയുള്ള ലോകം കാണാൻ പ്രതീക്ഷയോടെ കാത്തിരുന്ന എത്രയെത്ര കുരുന്നുകൾ ഉണ്ടായിരിക്കണം. മക്കളെ മാറോട് ചേർത്ത് താലോലിച്ച് കിടന്നുറങ്ങിയ എത്രയെത്ര അമ്മമാരുണ്ടായിരിക്കണം. അവരൊക്കെയും അവരുടെ സ്വപ്നങ്ങൾ ബാക്കിയാക്കി ആരോടും പറയാതെ യാത്രയായി ഈ നശിച്ച ലോകത്തിലെ ശുഷ്കിച്ച മനസ്സുകൾക്കിടയിൽ നിന്നും. ഈ കാണുന്നത് പൊടുന്നനെയുണ്ടായ ദുരന്തത്തിന്റെ ആഘാതത്തിൽ സംഭ്രമചിത്തരായ മനുഷ്യരുടെ നിലവിളിയും അട്ടഹാസങ്ങളും ആക്രോശങ്ങളുമാണ്. പരിഭ്രാന്തരായ സാധാരണ മനുഷ്യരുടെ വിലാപമാണ്. ദൃക്സാക്ഷികൾ പറയുന്നത് ഭ്രാന്തരായ ഇസ്രായേലി സൈന്യം കാത്തു നിൽക്കുകയായിരുന്നുവെന്നാണ്. എന്തിനു വേണ്ടി? ഒരാക്രമണം നടന്ന് അവിടെ മരണപ്പെട്ടവരെയും പരിക്ക് പറ്റിയവരെയും കൊണ്ടുപോകുന്ന ആംബുലൻസുകൾ വരുന്നതിനും രക്ഷാപ്രവർത്തകർ വരുന്നതിനും വേണ്ടി അവർ കാത്തു നിൽക്കുകയായിരുന്നു, അവരെ കൂടി ആക്രമിക്കാൻ. അങ്ങനെ വന്ന ആംബുലൻസുകൾക്കും രക്ഷാപ്രവർത്തകർക്കും മീതെയാണ് വീണ്ടും അവർ ബോംബ് വർഷിച്ചത്. ഗസയിലെ സിവിൽ ഡിഫൻസ് വിഭാഗം പറയുന്നത് അവരുടെ സഹപ്രവർത്തിയിൽ ഒരാൾ ഈ പ്രതികാര താണ്ഡവത്തിൽ കൊല്ലപ്പെട്ടുവെന്നാണ്. നിരവധി പേർക്ക് പരിക്ക് പറ്റിയെന്നാണ്. എങ്ങനെയാണ് രക്ഷാപ്രവർത്തകർ സധൈര്യം ഈ യുദ്ധത്തിന് നടുവിലേക്ക് ഇറങ്ങി വരിക? എങ്ങനെയാണ് ആളുകളെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയുക? ഈ വീഡിയോയിൽ നമുക്ക് കാണാനാവും നൂറുകണക്കിന് പരിക്ക് പറ്റിയവരെ എത്ര പ്രയാസപ്പെട്ടാണ് രക്ഷാപ്രവർത്തകർ ഹോസ്പിറ്റലുകളിൽ എത്തിക്കുന്നതെന്ന്. അപകടത്തിൽപ്പെട്ടവരെ കൊണ്ടുപോകാൻ പ്രാപ്തമായ വാഹനങ്ങൾ പോലും അവർക്കില്ല. കുതിരവണ്ടികൾ പോലും അവർ ഉപയോഗിക്കുന്നു. എത്രമാത്രം വേദനാജനകമാണ് ആ രംഗങ്ങൾ. എത്രമാത്രം കരളലിപ്പിക്കുന്നതായിരിക്കും ആശുപത്രിയിലെ രംഗങ്ങൾ. സേഫ് സോൺ എന്ന് ഓമരപ്പേരിട്ട് വിളിച്ച അൽമവാസിയിലെ ഒരു പ്രദേശത്താണ് ഇസ്രായേൽ ഇത്രയധികം അക്രമങ്ങളും ഇത്രയധികം കൊള്ളരുതായ്മയും ഒരൊറ്റ സമയം ചെയ്തു തീർത്തത്. അവിടെയാണ് നിരപരാധികളായ ഒട്ടനവധി പേരുടെ കൊല ചെയ്യപ്പെട്ടത്.
ഒരു തൊട്ടിപ്പാത്രം നിറയെ വെള്ളം വെച്ച് അതിലൊരു വിളക്ക് വെച്ച് അതിലേക്ക് ഈയലുകളെ ആകർഷിക്കുന്ന രൂപത്തിലായിരുന്നു ജനങ്ങളെ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതും അവരെ ആക്രമിച്ചു കൊന്നതും. എത്രമാത്രം ദയനീയമാണ്! ഇതിനേക്കാൾ വലിയ കുതന്ത്രങ്ങൾ ഇനിയും ഇസ്രായേലിൽ നിന്നുണ്ടാവാം. ഫലസ്തീനികളെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നതിന് വേണ്ടി സേഫ് സോൺ എന്ന ഓമന പേരിട്ട് പ്രദേശത്തിലേക്ക് ആളുകളെ ഓടിച്ചു കയറ്റി അവിടെ വെച്ച് ആളുകളെ നിഷ്കരണം കൊന്നുതള്ളുന്ന ഇസ്രായേലിന്റെ മറ്റൊരു വംശഹത്യാ പദ്ധതിയാണിത്. ടെന്റിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു സ്ത്രീയുടെ വിലാപമാണിത്. ഞങ്ങൾ വീടിനകത്ത് ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു റോക്കറ്റ് ഞങ്ങൾക്ക് മുകളിൽ പതിച്ചത്. കുട്ടികൾ ചിന്നിച്ചിതറി തെറിച്ചു പോകുന്നത് ഞങ്ങൾ കണ്ടു. എല്ലാറ്റിനും ഉടയവനായ നാഥ, നിന്റെ കരുണയുടെ, നിന്റെ അനുകമ്പയുടെ ഒരു നോട്ടമെങ്കിലും ഞങ്ങൾക്ക് മേലെ ഉണ്ടാവണമേ നാഥ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. കണ്ണീര് കൊണ്ട് മുഖം കഴുകുന്ന ഒരു ജനത, പ്രതീക്ഷയുടെ എല്ലാ സീമകളും കടന്നുപോയൊരു ജനത. ഇതിനേക്കാൾ വലുതായി ഇനി എന്ത് പ്രാർത്ഥനയാണ് ചെയ്യാനുള്ളത്? അവർക്ക് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്ത് വഴികളാണ് ഇനിയുള്ളത്? ഈ ആക്രമണ പരമ്പരകൾ കണ്ടിട്ടും ഈ കൊടും ക്രൂരതകൾ കണ്ടിട്ടും അറബ് ലോകത്തിന് ഇനിയും തോന്നുന്നുണ്ടോ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ചുരുങ്ങുമെന്ന്? അവർ സമാധാനത്തിന്റെ വഴികളിലേക്ക് ഒതുങ്ങി വരുമെന്ന്? ഈ ഇസ്രായേലി സൈന്യം ഗസ വിട്ട് ഒഴിഞ്ഞു പോകുമെന്ന്? എന്നിട്ടും അവർ ഇസ്രായേലിന് വേണ്ടി സംസാരിക്കുന്നു, അമേരിക്കയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു, ഒരു വെടിനിർത്തൽ കരാറിന് വേണ്ടി കാത്തിരിക്കുന്നു. അറബ് ലോകമേ, നിങ്ങളെ വിശ്വസിക്കുന്ന ഒരു പാവം ജനസമൂഹമുണ്ട് ഗസയിൽ, റഫയിൽ, ഫലസ്തീനിലാകെയും. അവരെ നിങ്ങൾ വഞ്ചിക്കരുത്. അവർ ഹമാസോ ഇസ്ലാമിക് ഡിഫൻസ് മൂവ്മെന്റോ ഒന്നുമല്ല. അവർ അവിടുത്തെ സാധാരണ പാവപ്പെട്ട നിഷ്കളങ്കരായ ജനതയാണ്. അവരെ നിങ്ങൾ ഇസ്രായേലിനും അമേരിക്കക്കും ഒറ്റുകൊടുക്കരുത്. അവർ ചോദിച്ചിരുന്നു അറബ് ലോകം എവിടെയെന്ന്, അറബ് ലോകത്തെ രാജാക്കന്മാരും നേതാക്കന്മാരും എവിടെയെന്ന്. അവർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചിരുന്നു നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ സഹായവും. അവർ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു പൊതിച്ചോറിന്റെ കെട്ടല്ല, മുങ്ങിത്താഴുന്നവന് ലഭിക്കുന്ന ഒരു കച്ചിത്തുരുമ്പിന്റെ പ്രത്യാശയാണ്. ഈജിപ്തും ഖത്തറും ഒരു വലിയ ലോകത്തിന് മുമ്പിൽ ഞെളിഞ്ഞു നിന്ന് ഞങ്ങൾ എല്ലാത്തിനും മുമ്പിലുണ്ടെന്ന് ഒരു പാവം ജനതയെ തോന്നിപ്പിക്കുകയാണോ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. അവർക്കതിൽ ആത്മാർത്ഥതയില്ലേ എന്നാണ് അതിൽ തോന്നുന്നത്. കാരണം ഇത്രയൊക്കെ ആയിട്ടും, ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്തിട്ടും നിങ്ങളിപ്പോഴും നിൽക്കുന്നത് അറ്റം കാണാത്ത ആ പെരുവഴിയുടെ നടുക്ക് തന്നെയാണ്. അതുകൊണ്ട് മാത്രം ഞങ്ങളും സംശയിക്കുന്നു നിങ്ങൾ ആരുടെ പക്ഷത്താണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വധശ്രമത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ഡൊണാൾഡ് ട്രംപ് പെൻസിൽവാനിയയിൽ നടന്നിരുന്ന ഒരു ഇലക്ഷൻ പ്രചരണത്തിന്റെ റാലിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് അക്രമിയുടെ വെടിയേറ്റത്. അക്രമിയുടെ വെടിയുണ്ട അദ്ദേഹത്തിന്റെ വലത് ചെവിയിലൂടെ തുളച്ചുപോയെങ്കിലും കാര്യമായ പരിക്കുകൾ മറ്റൊന്നും തന്നെ സംഭവിച്ചില്ല. ഡൊണാൾഡ് ട്രംപ് വേദിയിൽ സംസാരിക്കാൻ തുടങ്ങിയതിന്റെ ഉടനെ തന്നെയായിരുന്നു അക്രമിയുടെ വെടിയുണ്ടായത്. അക്രമിയെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തത്സമയം തന്നെ കൊല ചെയ്യുകയും കാണികളുടെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരാളും ഈ സംഭവത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഈ കൃത്യത്തെ നിശിതമായി അപലപിച്ചു. അമേരിക്കയിൽ കളിത്തോക്ക് വിൽക്കുന്ന ലാഘവത്തിലാണ് ഒറിജിനൽ തോക്കുകൾ വിറ്റഴിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരുവനും ആരെയും ഏത് സമയത്തും തോക്കുപയോഗിച്ച് ആക്രമിക്കാം അമേരിക്കയെ.